കെ ശൈലജയ്ക്കും MP നികേഷ് കുമാറിനും AM ഷംസീറിനും ഇത്തവണ സീറ്റില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കൂടുമ്പോൾ കെ ശൈലജയ്ക്കും MP നികേഷിനും സീറ്റില്ല എന്ന് പറയുന്നു. കെ ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചതാണ്. കെ ശൈലജയുടെ സീറ്റിനെ സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കൂടിയ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം കൂടെ ഇരിക്കുമ്പോൾ പോലും തീരുമാനമായില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് കെ ശൈലജയ്ക്ക് സീറ്റ് നൽകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കെ ശൈലജയെ മട്ടന്നൂരല്ല കെ ശൈലജയ്ക്ക് പേരാവൂരേക്കാണ് പാർട്ടി തീരുമാനമെടുത്ത് സീറ്റ് നൽകാൻ പോകുന്നത് എന്ന വാർത്തയാണ്. അപ്പോൾ വടകരയിൽ കെ ശൈലജയെ നിർത്തി അവരെ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും അവർക്കുണ്ടായ അവമതിപ്പ് വീണ്ടും ഉണ്ടാക്കാൻ പാർട്ടി കരുതിക്കൂട്ടി തന്നെ ബലിയാടാക്കുകയാണോ എന്നൊരു തോന്നൽ കെ ശൈലജയ്ക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇതുവരെ പേരാവൂർ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന സ്ഥലത്ത് ആ സീറ്റ് തിരിച്ചു പിടിക്കാനായി കെ ശൈലജയെ നിയോഗിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ അതിലൊരു ചതിവുണ്ടോ എന്ന് കെ ശൈലജ മനസ്സിലാക്കിയിട്ടായിരിക്കണം കെ ശൈലജ പേരാവൂർ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ മട്ടന്നൂർ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച കെ ശൈലജയ്ക്ക് മന്ത്രി പദവി നൽകാത്തതിന്റെ പേരിൽ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും പൊതുസമൂഹത്തിൽ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും നല്ല മികച്ച മന്ത്രിയായിരുന്ന ശൈലജയ്ക്ക് നൽകാത്തതിൽ പാർട്ടിക്കകത്ത് വളരെയധികം പാർട്ടിക്കകത്തും പൊതുസമൂഹത്തിലും നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അപ്പോഴാണ് MP നികേഷിന്റെ കാര്യം നമ്മൾ പറയുന്നത്. MP നികേഷ് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അഴീക്കോട് നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. അഴീക്കോട് മത്സരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി അംഗമായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ MP നികേഷ് ഇത്തവണ മത്സരിക്കുമോ എന്ന കാര്യം ചോദിക്കുമ്പോൾ MP ഗോവിന്ദന്റെ തളിപ്പറമ്പ് സീറ്റ് അദ്ദേഹത്തിന് നൽകുമെന്നാണ് കേട്ടിരുന്നത്. എങ്കിൽ തളിപ്പറമ്പിൽ ഇത്തവണ MP ഗോവിന്ദൻ മത്സരിക്കുന്നില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കണമെന്ന് ഇന്നലെ കൂടിയ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി ചേർന്ന് കൂടിയ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനിക്കുന്നു. ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറയുന്നു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പിന്താങ്ങുന്നു. അപ്പോഴേക്കും EP ജയരാജന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകുന്നു. EP ജയരാജൻ എതിർപ്പിനെ തുടർന്ന് എൻ സുകന്യയെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നു. മുൻ SFI നേതാവ് N സുകന്യ മത്സരിക്കണമെന്നൊരു വാദവും ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്ക് പകരം N സുകന്യ ആകും. MP ഗോവിന്ദൻ മത്സരിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ആകെ പറയുമ്പോൾ എന്തുകൊണ്ട് MP നികേഷിന് സീറ്റില്ല? അതായത് അദ്ദേഹത്തിന് ഇത്തവണ സൈബർ ഹാൻഡിൽ, അതായത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ MP നികേഷിന് സൈബർ വിഭാഗമാണ് നൽകി. CPMന്റെ സൈബർ വിഭാഗത്തിന്റെ ചുമതലയാണ് ഏൽപ്പിച്ചിരുന്നതെങ്കിൽ അത് അപ്പാടെ പരാജയമായിരുന്നു എന്നതാണ് നാം ഇവിടെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ MP നികേഷിനും കെ ശൈലജയ്ക്കും സീറ്റില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഷംസീറിന് സീറ്റില്ല. എന്തുകൊണ്ട് ഷംസീറിന് സീറ്റില്ല? തലശ്ശേരിയിൽ ഷംസീർ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങൾ ഒക്കെ തന്നെ സഭയിൽ പാർട്ടിക്കകത്തുള്ള അല്ലെങ്കിൽ CPM MLA-മാർക്ക് സംസാരിക്കാൻ വേണ്ട, അതായത് MLA-മാർക്ക് അവരുടെ സബ്മിഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അവതരിപ്പിക്കാൻ അവസരം നൽകിയില്ല എന്നൊക്കെയുള്ള ഒരു പറച്ചിലും മറ്റുമൊക്കെ സഭയ്ക്ക് പുറത്ത് കേട്ടിരുന്നു. ഷംസീർ അത്തരത്തിൽ പെരുമാറിയത് കൊണ്ട് തന്നെ ഷംസീറിന് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല എന്നൊരു വർത്തമാനവും കേട്ടിരുന്നു. ഏതായാലും പിണറായി വിജയന് താല്പര്യമില്ല ഷംസീറിനെ തലശ്ശേരിയിൽ മത്സരിപ്പിക്കണമെന്ന് ജില്ലാ കമ്മിറ്റി അംഗമായ കാരായി രാജന്റെ പേരാണ് കേൾക്കുന്നത്. കാരായി രാജൻ ഫസൽ വധക്കേസിലെ പ്രതിയാണ്. ഫസൽ വധക്കേസിൽ പ്രതിയായ കാരായി രാജൻ എങ്ങനെ മത്സരിക്കും എന്നൊരു മറുചോദ്യവും ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ കൂടുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും മട്ടന്നൂര് ഈ പറയുന്ന രീതിയിൽ ശൈലജ മത്സരിക്കണമോ, DYFI നേതാവ് VK സനോജ് മത്സരിക്കണമോ എന്ന കാര്യം. അപ്പോൾ ശൈലജയുടെ സീറ്റിന്റെ കാര്യവും കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജയുടെ സീറ്റിന്റെ കാര്യം, പിണറായി വിജയൻ മത്സരിക്കണമെന്നോ എന്ന കാര്യം, ധർമ്മടത്ത് പിണറായി മത്സരിക്കണമോ എന്ന കാര്യം, ഇങ്ങനെ നിരവധി തീരുമാനങ്ങൾ CPMനെ സംബന്ധിച്ച് 2 ടേം വ്യവസ്ഥ മറ്റു ജില്ലകളിലൊക്കെ തന്നെ നിലവിൽ വരുമ്പോൾ പയ്യന്നൂരിൽ മധുസൂദനൻ എന്ന മുൻ MLA ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിലെ മധുസൂദനനും മത്സരിക്കണമെന്ന് പറയുമ്പോൾ 2 ടേം വ്യവസ്ഥയിൽ കണ്ണൂര് ഷംസീറിനും കെ ശൈലജയ്ക്കും ബാധകമാകുന്നു. അത് മറ്റു ജില്ലകളിൽ അത് ബാധകമാകുന്നില്ല. ഇങ്ങനെ കണ്ണൂർ തന്നെ ഇത്തരത്തിൽ പാർട്ടിക്ക് P ജയരാജന് സീറ്റ് ഉണ്ടാകില്ല, MP ജയരാജന് സീറ്റ് ഉണ്ടാകില്ല. ഇത്തരം തീരുമാനങ്ങൾ അതായത് പിണറായി വിജയനും കൂടി ചേർന്ന ഇന്നലെ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, അതായത് സാധ്യത പട്ടിക തയ്യാറാക്കിയത്.
പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സമിതിയിലേക്ക് വരട്ടെ, അപ്പോൾ തീരുമാനിക്കാം ശൈലജയ്ക്ക് സീറ്റ് വേണമോ വേണ്ടയോ എന്ന്. പേരാവൂര് ശൈലജയെ നിർത്തി പാർട്ടി തന്നെ ശൈലജയെ തോൽപ്പിക്കാനുള്ള ശ്രമമാണോ? കാര്യം സണ്ണി ജോസഫ് അത്ര കണ്ട് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അത്ര കണ്ട് ആ മണ്ഡലത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനോടൊപ്പം മത്സരിച്ച് KK ശൈലജ ആ മണ്ഡലം പിടിക്കണമെന്ന് പറയുമ്പോൾ KK ശൈലജയ്ക്ക് ഒരു ചതിക്കുഴി തോണ്ടുകയാണോ പാർട്ടി എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഷംസീറിനെ മാറ്റി കാരായി രാജനെ മത്സരിപ്പിക്കുന്നതും പാർട്ടിക്ക് അത്ര കണ്ട് ഷംസീറിനോട് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നും നോക്കുന്നുണ്ട്. MP നികേഷ് കുമാർ MP ഗോവിന്ദനുമായി ഏറ്റവും അടുപ്പമാണെന്ന് പറയുമ്പോഴും MP ഗോവിന്ദനും ഇന്നലെ നടന്ന കമ്മിറ്റിയിൽ ഈ നിമിഷം വരെയും ഈ MP നികേഷ് കുമാറിന്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇത് ഈ കണ്ണൂർ ജില്ലയിൽ 2 ടേം വ്യവസ്ഥ ഒന്നും അല്ലാതെ പോകുന്നു. പയ്യന്നൂർ വിഷയത്തിൽ ഒന്നും പാർട്ടിയുടെ തീരുമാനം എങ്ങനെയാകും? മൗസൂറിന് തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് വരുന്നുണ്ട്. അഴീക്കോട് സുമേഷ് തന്നെ മത്സരിക്കും എന്ന് പറയുന്നുണ്ട്. VK സനോജിന് സീറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മട്ടന്നൂര് ശൈലജ മാറി നിൽക്കണമെന്ന് പറയുന്നു. ഒരു ചുരുക്കെഴുത്തെന്ന രീതിയിൽ നാം പറയുമ്പോൾ MP ഗോവിന്ദൻ, KK ശൈലജ, P ജയരാജൻ, MP നികേഷ് എന്നിവർ മത്സര രംഗത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന തീരുമാനം ഇനി കാത്തിരുന്നറിയേണ്ടി വരും. ജനപ്രിയ നേതാക്കളെ ബോധപൂർവം കണ്ണൂർ ജില്ലാ ഘടകം ഒഴിവാക്കുന്നതിൽ എന്ത് മെസ്സേജാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. ജനപ്രിയരെ CPM-ന്റെ സംഘടന വരട്ടുവാദം വല്ലാതെ വേട്ടയാടുന്നു എന്ന് നമുക്ക് പറയാം. തളിപ്പറമ്പിൽ MP ഗോവിന്ദൻ മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റാരുടെയെങ്കിലും പേരായിരിക്കും അദ്ദേഹം, പ്രത്യേകിച്ച് MP നികേഷിന്റെ പേരായിരിക്കും കമ്മിറ്റിയിൽ ഉയർന്നു വരിക എന്ന് കരുതുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാകേഷ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമളയുടെ പേരാണ്. EP ജയരാജൻ അപ്പോൾ തന്നെ അത് എതിർത്തു എന്ന് പറയുന്നുണ്ട്. സുകന്യ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ എന്ന ചോദ്യം ഉണ്ടാകുന്നു. ജെയിംസ് മാത്യു എന്ന മുൻ MLA-യുടെ ഭാര്യ, SFI നേതാവ്, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് എന്നിങ്ങനെയുള്ള പേരുകൾ ഉള്ള സുകന്യ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ എന്ന ചോദ്യം ഉണ്ടാകുന്നു. അപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ കണ്ണൂർ തന്നെ ഇത്തരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടാകുന്നത് പാർട്ടി ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട്, CPM എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയായിരിക്കും മുന്നോട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക? അതായത് ഇന്നിപ്പോൾ ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗം കൂടുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ മത്സരിക്കണോ? അതായത് 2 ടേം വ്യവസ്ഥ പറയുമ്പോൾ പിണറായി വിജയൻ മത്സരിക്കണമോ, അദ്ദേഹത്തിന്റെ ധർമ്മടത്ത് അദ്ദേഹം മത്സരിക്കണമോ എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിത്വവും അനിശ്ചിതത്വത്തിലാണോ അല്ലയോ എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പിണറായി മത്സരിക്കുമോ, മട്ടന്നൂർ ശൈലജ മത്സരിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നു. മാത്രമല്ല ധർമ്മടത്ത് പിണറായി ഇല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിണറായി മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ നയിക്കുന്ന അല്ലെങ്കിൽ CPM-നെ നയിക്കുന്ന പിണറായി മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ കേരളം ഉയർത്തുന്ന ഒരു വലിയ ചോദ്യം തന്നെയായിരിക്കും.